കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്നലെ എമ്പുരാൻ തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലെത്തിയ ചിത്രം അങ്ങനെ ബിഗ് ബജറ്റ് ചിത്രമായി വലിയ രീതിയിൽ ഹൈപ്പ് നൽകിയെത്തിയ ചിത്രമായിരുന്നു. ഇന്നലെ തിയേറ്ററിലെത്തി സിനിമ കണ്ടിറങ്ങിയ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. സമ്മിശ്ര പ്രതികരണം വരുന്നു. ചിലർ പറയുന്നു ഹൈപ്പിന് അത്ര പോരാ ചിത്രം എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കിടിലൻ മേക്കിംഗ് ആണ്, നല്ല ചിത്രമാണ് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും തിയേറ്ററുകളിൽ എത്തുന്നതിന് മുൻപ് തന്നെ പ്രീ ബുക്കിംഗ് കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച് പ്രീ ബുക്കിംഗ് കളക്ഷൻ നേടിയ ചിത്രമാണ് എമ്പുരാൻ. ഒടുവിൽ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. ചിത്രത്തിനെതിരെ ബഹിഷ്കരണ ആഹ്വാനമടക്കം ഒരു കോണിൽ നിന്ന് ഉയരുകയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ ഗ്രൂപ്പുകൾ തന്നെയാണ് ചിത്രത്തിനെതിരെ വലിയ രീതിയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. അവരുടെ എതിർപ്പിന് കാരണമായിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ, സിനിമയിൽ എമ്പുരാനിൽ ഗുജറാത്ത് കലാപവും വംശഹത്യയുമൊക്കെ സീനുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, പോർട്രേ ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനെതിരെ സിനിമയ്ക്കെതിരെ ബഹിഷ്കരണാഹ്വാനം രംഗത്ത് ഉണ്ടാകാൻ കാരണമായിരിക്കുന്നത്. ചിലർ സിനിമയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ അടക്കം സോഷ്യൽ മീഡിയകളിൽ പങ്കുവെച്ചുകൊണ്ടാണ് ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തിന് പൃഥ്വിരാജിനെതിരെയും മോഹൻലാലിനെതിരെയും ഒക്കെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും പുതിയ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും സിനിമ കാണും എന്ന തരത്തിൽ മുതിർന്ന BJP നേതാക്കളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കോണിൽ വലിയ രീതിയിൽ ചിത്രത്തിനെതിരെ സിനിമയ്ക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനവും ശക്തമാകുന്നുണ്ട്. എന്താണ് ഈ എതിർപ്പിന് പിന്നിൽ എന്ന് നമുക്ക് നോക്കാം. അജിംസ, ഞാൻ സിനിമ കണ്ടിട്ടില്ല, അജിംസ് കണ്ടു എന്ന് പറഞ്ഞു. ഈ എതിർപ്പുകൾക്ക് കാരണമായത് എന്താണ്? ഒന്നാമത് ഈ സിനിമ ഇന്നലെ തന്നെ ഏർലി മോർണിംഗ് തന്നെ ഷോകളുണ്ടായിരുന്നു, 6 മണിക്കൂർ. അപ്പോൾ വലിയ തോതിൽ നമുക്കറിയാം പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയ വിജയമാവുമെന്ന് പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയധികം പ്രീ ബുക്കിംഗ് വേറൊരു സിനിമയ്ക്ക്, മലയാള സിനിമയ്ക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ മാത്രമല്ല, ഇതിന് നല്ല പ്രൊമോഷൻ ഉണ്ടായിരുന്നു. പൃഥ്വിരാജും മോഹൻലാലും ഇറങ്ങി പ്രൊമോട്ട് ചെയ്തൊരു സിനിമയാണ്. ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, കേരളത്തിലെമ്പാടും പ്രൊമോഷൻ നടന്നിട്ടുണ്ട്. വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന സിനിമ കൂടിയാണിത്. അപ്പോൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായി ആളുകൾ വലിയ പ്രതീക്ഷയിലാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മോഹൻലാലിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വലിയ സക്സസ് ആയിട്ട് കുറേ വർഷങ്ങളായി. അപ്പോൾ മോഹൻലാലിൻ്റെ ആരാധകർ ഈ സിനിമ വരാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരിടിച്ച് കയറുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ, ലാൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറേ കൂടി വോക്കലാണ്. അവർ ഭയങ്കര വൈകാരികമായി സിനിമകളോട് പ്രതികരിക്കുന്ന ആൾക്കാരാണ്. മോഹൻലാലിൻ്റെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസ് തന്നെയായിരിക്കും മോഹൻലാലിൻ്റെ സിനിമകളെ തോൽപ്പിച്ച് കളയുക. ഒരു ആവറേജ് സിനിമകളെ പോലും, ഇപ്പോൾ വാലിബൻ്റെ ഒരു ഉദാഹരണം, മലൈക്കോട്ടെ വാലിബൻ, അത് അങ്ങനെ ഒരു മോശം പടമൊന്നും ആയിരുന്നില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ കുഴിത്തുപ്പിച്ചൊരു പടമാണത്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് കൂടി ഈ സിനിമയ്ക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഈ സിനിമ വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ മിക്സഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു. ശരിയാണത്. മിക്സഡ് റെസ്പോൺസ് വരാനുള്ള ഒരു കാരണം, ഈ സിനിമ 3 മണിക്കൂറുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറുള്ള ഒരു സിനിമ ആളുകളെ ത്രൂ ഔട്ട് എൻ്റർടൈൻ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ചലഞ്ച് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ചിലർക്കൊക്കെ ലാഗ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയ്ക്കുണ്ട്. ബട്ട് അതർവൈസ് ഞാൻ കണ്ട ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഈ സിനിമ മലയാള സിനിമ ഇറങ്ങിയുള്ള ഏറ്റവും ടെക്നിക്കൽ ആയിട്ട് ഉള്ള ഒരു ഹൈ എൻഡ് പടമാണ്. മേക്കിംഗ് വൈസ് ഒരു ഹോളിവുഡ് സിനിമയുടെ നിലവാരം പുലർത്തുന്ന അത്ര നല്ല സിനിമയാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആളുകൾ കാണുന്നുണ്ട്. ഈ പടം ഇനിയും ഓടും, ഇനിയും വിജയിക്കും, ഇനിയും ആളുകൾ ഇരുന്ന് കാണും. പക്ഷേ ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഈ 3 മണിക്കൂർ ലെങ്ത്ത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയ്ക്ക് കുറച്ചൊരു നെഗറ്റീവ് പബ്ലിസിറ്റി, ബോധപൂർവമായ ഡീഗ്രേഡിങ് ഇന്നലെയും ഇന്നുമായിട്ട് നടന്നിട്ടുണ്ട്. ആ ബോധപൂർവമായ ഡീഗ്രേഡിങ് പക്ഷേ അത് ഏക്കില്ല. വാലിബന് സംഭവിച്ച പോലെ ഇതിന് സംഭവിക്കില്ല. അതിൻ്റെ കാരണം വെച്ചാൽ വാലിബൻ വേറൊരു ഓണർ പടമാണ്, ഇതങ്ങനെയല്ല. ഇത് ഒരു മാസ് സിനിമയാണ്, ഒരു ആക്ഷൻ മൂവിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചാലും കണ്ട ആൾക്കാർ പിന്നെ പോയിട്ട് അതെന്ത് ചെയ്യും, കാണുക തന്നെ ചെയ്യും. കാരണം വെച്ചാൽ കൊടുക്കുന്ന പണത്തിന് മൂല്യമുള്ള ഒരു പടമാണ്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. പക്ഷേ ഈ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വ്യാപകമായ ഡിഗ്രേഡിങ്ങും ബഹിഷ്കരണാഹ്വാനം നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയിലെ തീം തന്നെയാണ്. ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട തീം 2002 ഗുജറാത്ത് റയറ്റിന് സമാനമായൊരു സംഭവമാണ് ഇതിൽ കാണിക്കുന്നത്. ഗുജറാത്ത് എന്നൊന്നും പറയുന്നില്ല, പക്ഷേ കാണുന്ന ആൾക്ക് മനസ്സിലാവും ഇത് ഗുജറാത്ത് റയറ്റാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഈ ഗുജറാത്ത് റയറ്റിലെ പ്രധാനപ്പെട്ട ഒരു അക്യൂസ്, ആ അക്യൂസിൻ്റെ പേരിനോട് സാമ്യമുള്ളൊരു പേരാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിന് വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിന് കാരണമായ ഗോധ്ര ട്രെയിൻ ദുരന്തം. അപ്പോൾ ഗോധ്ര ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് ഇതിൽ പരാമർശമുണ്ട്. ആ ഗോധ്ര എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടല്ല, അതിലൊരു ചില പത്രക്കട്ടിങ്ങളിലൂടെ എഴുതി കാണിക്കുകയാണ്. കുറച്ച് തീർത്ഥാടകർ സഞ്ചരിച്ച
ട്രെയിനിന് തീ പിടിച്ചു, ഇത്ര പേർ മരിച്ചു എന്നാണ് പത്രക്കട്ടി കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പറയുന്നത് ഗോധ്രയിൽ ട്രെയിൻ താനെ കത്തിയതല്ല, കത്തിച്ചതാണ് എന്നാണ്. ഓക്കെ, ശരിയാണ്, കത്തിച്ചത് തന്നെയാണ്. താനെ കത്തിയതാണോ കത്തിച്ചതാണോ എന്ന് ഇപ്പോഴും തീർപ്പാവാത്തൊരു കേസാണത്. നമുക്കറിയാം 2002 ഗോധ്ര ട്രെയിൻ ദുരന്തത്തിൽ 59 പേരോ മറ്റോ ആണ് മരിച്ചത്. അപ്പോൾ ആ മരിച്ച സംഭവത്തെക്കുറിച്ച് 2 ജുഡീഷ്യൽ കമ്മീഷനുകളുണ്ടായിരുന്നു. ഒന്ന് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവധി കമ്മീഷൻ, മറ്റൊന്ന് UPA സർക്കാർ നിയോഗിച്ച മറ്റൊരു കമ്മീഷനുണ്ട്, UC ബാനർജി കമ്മീഷൻ. അപ്പോൾ ഈ 2 കമ്മീഷനും 2 വ്യത്യസ്തമായ ഫൈൻഡിങ്സാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ കണ്ടെത്തിയത് ഇത് ഒരു കോൺസ്പിരസിയാണ്, ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കുറേ ആൾക്കൂട്ടം വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ ആ കണ്ടെത്തലിന് ആധാരമായ ഫോറൻസിക് തെളിവുകളോ സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ തെളിവുകളോ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതേസമയം UPA സർക്കാർ നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ കണ്ടെത്തിയത് ഇത് അകത്ത് നിന്നാണ് തീ പിടിച്ചത്, ട്രെയിനിൻ്റെ അകത്തു നിന്ന് തീ പിടിച്ചതാണ്. അതൊരു ആക്സിഡൻ്റൽ തീ ആയിരിക്കാം, അല്ലാതെ പുറത്തു നിന്ന് ഒരാൾ എന്തെങ്കിലും ഇന്ധനകത്തേക്ക് ഒഴിച്ച് തീ കൊളുത്താനുള്ള സാധ്യത വിരളമാണ്. കാരണം ഈ ട്രെയിനിൻ്റെ പുറഭാഗത്ത് തീ പിടിച്ചിട്ടില്ല, തീ അകത്തു നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ കണ്ടെത്തിയത്. പക്ഷേ ഈ UPA സർക്കാർ നിയോഗിച്ച UC ബാനർജി കമ്മീഷൻ്റെ സാധുത ഗുജറാത്ത് ഹൈക്കോടതി തള്ളി. കാരണം നിലവിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ടായിരിക്കെ കേന്ദ്ര സർക്കാർ എന്തിനാണ് പുതിയൊരു കമ്മീഷൻ നിയോഗിച്ചത് എന്നായിരുന്നു ഹൈക്കോടതി കണ്ടെത്തിയത്. അത് ശരി. അപ്പോൾ ഗുജറാത്ത് പോലീസിൻ്റെ കേസ് പ്രകാരം ഏതാണ്ട് 69 പേർക്കെതിരെ കേസെടുത്തു ഈ ആക്രമണത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട്. അതിലെ മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ളൊരു മൗലവി ഉമർജി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ ഈ 69 പേർക്കെതിരെ കേസെടുത്തിട്ട് കോടതി അതിൽ 31 പേരെ മാത്രമാണ് ശിക്ഷിച്ചത്. ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്ന മൗലവി ഉമർജി എന്ന ആളെ ഉൾപ്പെടെ വെറുതെ വിട്ടു, തെളിവില്ല എന്ന് കണ്ട്. അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള ഈ മാസ്റ്റർ മൈൻഡിനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങനെയാണ് അതിൽ കുറ്റക്കാരാവുക എന്നുള്ള മറ്റൊരു ചോദ്യം. 2, ഇതേ കേസിൽ തന്നെ കൃത്യമായ ഫോറൻസിക് തെളിവുകളോ ഇവർ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാവുന്ന ഒന്നുമില്ല എന്നൊരു വാദം ഈ വധശിക്ഷ വിധിക്കപ്പെട്ട ആൾക്കാരുണ്ട് അതിൽ ഈ കേസിൽ. അവർ നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി ഇപ്പോഴും അത് പരിഗണനയിൽ നിൽക്കുകയാണ്. അതായത് ഇപ്പോൾ എത്ര വർഷമായി? 23 വർഷം കഴിഞ്ഞു. 23 വർഷത്തിന് ശേഷം സുപ്രീം കോടതിയിൽ അവരുടെ അപ്പീൽ നിൽക്കുകയാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീതിപീഠം തീർപ്പ് കൽപ്പിക്കാത്തൊരു കേസാണ്. 2 വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിലുണ്ട്. അത് ഒരു ഇൻസൈഡ് ജോബാണെന്നും ഒരു ആക്സിഡൻ്റ് ആണ് എന്നും പറയുന്നവരുണ്ട്. വ്യത്യസ്തമായ സ്വതന്ത്ര അന്വേഷകർ, മീഡിയ, മാധ്യമ പ്രവർത്തകരൊക്കെ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ നറേറ്റീവ് ഇതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്തൊരു കേസാണ്. അപ്പോൾ അത് ഗോധ്രയിൽ ട്രെയിൻ കത്തിച്ചതാണെന്ന് പറഞ്ഞുകൂടെ പൃഥ്വിരാജ് എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമില്ല. അദ്ദേഹം തുടക്കം തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഇത് നടന്ന സംഭവമായിട്ടൊന്നും ബന്ധമില്ല, എല്ലാ സിനിമയിലും കാണിക്കുന്ന പോലെ തന്നെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗുജറാത്ത് റയറ്റ് ഒരു പ്രധാനപ്പെട്ട പ്ലോട്ടാണിതിൽ. ഗുജറാത്ത് റയറ്റിൽ നമുക്കറിയാം ബാബു ബജ്രംഗി എന്ന് പറയുന്ന ഒരു ബജ്രംഗ് ദൾ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം ഈ നരോദ പാട്യ എന്ന് പറയുന്ന കുപ്രസിദ്ധമായ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കേസാണത്. അതായത് ഗർഭിണിയായ സ്ത്രീയെ കൊല്ലുന്ന ഉൾപ്പെടെ റേപ്പ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് കേസുകൾ വരുന്ന സംഭവം. അപ്പോൾ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ട ആളാണ് അദ്ദേഹം പ്രതിയേർക്കപ്പെട്ടതിന് ശേഷം ജാമ്യത്തിലിറങ്ങി. പിന്നീട് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ അവൈലബിളാണ്, ഇപ്പോഴും അവൈലബിളാണ്. അതിൽ അദ്ദേഹം എങ്ങനെയാണ് ഞങ്ങൾ കൊന്നത് എന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്, വളരെ വിശദമായിട്ട്. എന്ന് മാത്രമല്ല, ഞങ്ങളെ പോലീസ് പിടിക്കുമ്പോൾ ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിച്ചത് നരേന്ദ്രഭായിയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ നരേന്ദ്രഭായി എങ്ങനെയാണ് സഹായിച്ചത്? ജഡ്ജിമാരെ കൃത്യമായി സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ജാമ്യം ലഭിക്കാൻ, ഞങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അവസരം നരേന്ദ്രഭായി ഒരുക്കി തന്നു എന്ന് പറയുന്നുണ്ട്. ഫയൽ തുറന്നു പോലും നോക്കാതെ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി. അപ്പോൾ ഈ ഗുജറാത്ത് കലാപത്തിൽ നരേന്ദ്രമോദിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട MP ആയിരുന്ന ഇഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സക്കിയ ജാഫ്രി സുപ്രീം കോടതിയിൽ പോയിരുന്നു. അത് വിജയിച്ചില്ല. എന്ന് മാത്രമല്ല, ആ കേസ് കൊടുക്കാൻ കൂട്ടുനിന്ന ആൾക്കാരെ തീസ്ത സത്തൽവാദിന് ഉൾപ്പെടെയുള്ളവരെ കേസെടുക്കണമെന്ന് ഹൈക്കോടതി സുപ്രീം കോടതി വിധിച്ചത് ഓർമ്മയുണ്ടാവും. അവിടെയാണ് ഈ സംസാരിക്കുന്ന തെളിവുകൾ നിൽക്കുമ്പോഴാണ്. അപ്പോൾ ഈ ബാബു ബജ്രംഗിയോട് സമാനമായ പേരുള്ള ഒരു കഥാപാത്രം ഈ സിനിമയിലുമുണ്ട്. അപ്പോൾ ഇതിലെവിടെയും ഗുജറാത്ത് കലാപം എന്ന് പറയുന്നില്ല. ഈ ബാബു ബജ്രംഗി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അയാൾ തന്നെ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അങ്ങ് ബഹിഷ്കരിക്കുമെന്നാണ് സംഘപരിവാർ പറയുന്നത്. എങ്കിൽ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജും മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും ഒക്കെ വിചാരിച്ചതിനപ്പുറത്തേക്ക് ഇത് കളക്ട് ചെയ്യാനായിരിക്കും പോയിട്ടുണ്ടാവുക എന്നാണ്. കാരണം അങ്ങനെ ഒരു ഇപ്പം നമുക്കറിയാം ഇതൊരു പ്രൊപ്പഗൻഡ മൂവിയാണെന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായിട്ടും അത് പ്രൊപ്പഗൻഡ മൂവിയാണെന്ന് തന്നെ കരുതിക്കോളൂ. പ്രൊപ്പഗൻഡ മൂവികൾക്ക് വല്ല ക്ഷാമമുണ്ടോ ഇന്ത്യയിൽ? കേരള ഫയൽസ്, കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ് പ്രൊപ്പഗൻഡ മൂവി എന്ന് പറഞ്ഞ് എത്രയും സിനിമകൾ ഇറക്കിയിട്ടുണ്ട്. ഇത് ഒരു നടന്ന സംഭവത്തെ അതേ പേര് പരാമർശിക്കാതെ അതിന് സമാനമായ രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നു.
അതേസമയം തന്നെ അതൊരു തെറ്റായ പ്രചാരണം നടത്തുന്നില്ല. പ്രൊപ്പഗൻഡ മൂവികളെ പറ്റി പറയുന്ന പോലെ അത് തെറ്റായ പ്രചാരണമല്ല നടക്കുന്നത്. അതിൽ അസത്യമായി ഒന്നും പറയുന്നില്ല ആ സിനിമയിൽ. സത്യമല്ലാത്ത ഒന്നും പറയുന്നില്ല. ഗുജറാത്തിൽ കലാപം നടന്നു എന്നുള്ള സത്യമാണല്ലോ. നിരവധി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു എന്നുള്ളത് സത്യമാണല്ലോ. ഗോധ്രയിൽ ട്രെയിൻ കത്തി എന്നുള്ളത് സത്യമാണല്ലോ. അത് കത്തിച്ചതാണോ ഇനി ആക്സിഡൻ്റ് ആണെന്നുള്ളത് ഇനിയും കണ്ടെത്താത്ത കാര്യമാണ്, കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതിലെന്ത് നുണപ്രചാരണമാണ് പൃഥ്വിരാജ് നടത്തിയിട്ടുള്ളത്? പിന്നെ മോഹൻലാലിനെതിരെയാണ് മറ്റൊരു പരാമർശം. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചിട്ടും അദ്ദേഹം പോയില്ല. ആ കേണൽ പദവിയൊക്കെ തിരിച്ചു വാങ്ങണം എന്നൊക്കെ പോസ്റ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന് എന്തോ സ്വത്താണെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. അതായത് ഇവരുടെ ആളാണ്. അപ്പോൾ ഇവരുടെ പ്രൊപ്പഗൻഡ മൂവികളിലൊക്കെ അഭിനയിക്കേണ്ട ഒരു മലയാളം അക്ഷയ് കുമാറാണ് എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പക്ഷേ BJP-യിൽ കുറച്ചൊക്കെ ചിന്താശേഷിയുള്ള ആൾക്കാരൊന്നും ഇതധികം ഏറ്റുപിടിക്കുന്നില്ല. അപ്പോൾ BJP കോർ കമ്മിറ്റിയിൽ ഇന്ന് അതിനെപ്പറ്റി ചർച്ച നടന്നിരുന്നു. അപ്പോൾ ആ ചർച്ചയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സെൻസർ ബോർഡിലെ RSS പ്രതിനിധികൾ വേണ്ടത്ര സെൻസർ ചെയ്തില്ല ഈ സിനിമ എന്നാണ് ഒരു വാദം. അപ്പോൾ പുതിയ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു, സിനിമ ഞാൻ കാണുമെന്ന് പറഞ്ഞുകൊണ്ട്. അതായത് വ്യാപകമായി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും, ഞങ്ങൾ കാണില്ല എന്ന് ബഹിഷ്കരണാഹ്വാനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായി സൗഹൃദമുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ പൃഥ്വിരാജിനെ പറ്റി ഒരു മിണ്ടുന്നില്ല. ഞാൻ ഈ സിനിമയിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം ഇതിൻ്റെ സാങ്കേതിക തികവോ ഇതിൻ്റെ മേക്കിങ്ങോ ഒന്നുമല്ല. ഈ കാലത്ത് 2025 നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാവാൻ കാരണമായൊരു സംഭവമാണ് 2002 ഗുജറാത്ത് കലാപം. 2002 ഗോധ്രയിൽ ആ ട്രെയിൻ കത്തിയില്ലായിരുന്നെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവില്ലായിരുന്നു എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നുണ്ട്. ആ ട്രെയിൻ കത്തിയതും അതേ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപം നൽകിയ പൊളിറ്റിക്കൽ ക്യാപിറ്റലിലാണ് അദ്ദേഹം ഇന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. 23 വർഷത്തിന് ശേഷം അതേക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാനും ആ സംഭവത്തിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയധാരയെ എക്സ്പോസ് ചെയ്യാനും കാണിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം അത് പൃഥ്വിരാജിന് മാത്രമേ ഇന്ന് മലയാള സിനിമയിൽ ഉള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എനിക്കത് കാര്യത്തിൽ ഒരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള 2 അനീതികൾ, അതിൽ ഞാൻ നേരിട്ട് ഇരയാവുന്നതല്ല, ഞാൻ കണ്ടതും അനുഭവിച്ചതുമായ 2 അനീതികൾ, ഒന്ന് ബാബരി മസ്ജിദ് ഡെമോളിഷനും 2 ഗുജറാത്ത് കലാപവുമാണ്. ഞാൻ ഗുജറാത്തിൽ ജീവിച്ച ആളാണ് 3 വർഷം. അപ്പോൾ ഈ 2 സംഭവത്തിലും നീതി ലഭിച്ചു എന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല. ഈ 2 സംഭവത്തിലും. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തിനെ സംബന്ധിച്ച് അതിൽ നീതി ഉണ്ടായിട്ടേ ഇല്ല, ഒരു തരത്തിലുള്ള നീതി ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല അതിലെ പ്രതികളെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചകൾ പോലും നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിലൂടെയാണെങ്കിലും അത് വരച്ച് കാണിക്കപ്പെടുന്നു എന്ന് തോന്നുന്നു വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച്, എൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എനിക്ക് ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ഒരു ഫാഷിസ്റ്റ് രാജ്യമാണോ, നമ്മളെ ഭരിക്കുന്ന ഫാഷിസ്റ്റുകളാണോ നവഫാഷിസ്റ്റുകളാണോ എന്നൊക്കെ ആളുകൾ കൂട്ടം കൂടി നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സിനിമ എടുക്കാൻ, അതൊരു പാൻ ഇന്ത്യ ബേസിൽ വ്യത്യസ്ത ഭാഷകളിൽ സിനിമ എടുക്കാൻ പൃഥ്വിരാജ് കാണിച്ച ധൈര്യത്തിന് കൈയടി അർഹിക്കുന്നുണ്ട്. യെസ് നിഷാദ്, അത് ഡയറക്റ്റ് ചെയ്ത പൃഥ്വി ആയാലും അഭിനയിച്ച മോഹൻലാൽ ആയാലും കഥ എഴുതിയ മുരളി ഗോപി ആയാലും അവരെല്ലാം ഇൻ്റലിജൻറ്റ് ടീംസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പുണ്ടാകും, വിവാദമുണ്ടാകും എന്ന് ഉറപ്പായും അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഇൻറ്റൻഷനലി കൊണ്ടുവന്ന കാര്യം തന്നെയായിരിക്കുമോ? ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ കേരളത്തിലെ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇടത് BJP സൈബർ പോര് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരു സൈബർ പോരും കേരളത്തിൽ നടക്കുന്നില്ല. ഒരു വിഭാഗം ആളുകൾ ഒരു സിനിമ കണ്ട് അങ്ങേയറ്റം അസ്വസ്ഥരായിട്ട് അവർ കിടന്ന് ബഹളം വയ്ക്കുകയാണ്. അല്ലാതെ ഇപ്പുറത്തുനിന്ന് ആരും ഒരു പോരാട്ടത്തിന് പോകുന്നില്ല. ഈ സിനിമ പല രാഷ്ട്രീയ ധാരകളെയും പരിഹസിക്കുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ കണ്ടില്ല. പക്ഷേ അവിടെ ആരുടെയും ബുദ്ധിമുട്ട് കാണുന്നില്ല. ബുദ്ധിമുട്ട് കാണുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ്. അവർ രാവിലെ 6 മണിക്ക് അലാറം വെച്ച് സിനിമ കാണാൻ പോകുന്നു. ഈ സിനിമയിൽ ഒന്നുകിൽ മുഗളന്മാരോ അല്ലെങ്കിൽ നെഹ്റു ആയിരിക്കുമോ വില്ലൻ എന്ന് വിചാരിച്ചാണ് അവർ ഇപ്പോൾ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ പഴയ വീരകഥകളാണ് പറയുന്നത് സിനിമ എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ദേഷ്യം വരികയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്നത് മോഹൻലാലിനെ ഞങ്ങൾ ഇല്ലാതാക്കാൻ പോവുകയാണ്, കഴിഞ്ഞു, മോഹൻലാലിനെ കൈവിട്ടിരിക്കുന്നു, ഞങ്ങളിതാക്കി സിനിമ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ മോഹൻലാൽ ഞങ്ങളുടെ ഒരാളാണ്, ഞങ്ങളാണ് അദ്ദേഹത്തെ ഉണ്ടാക്കിയത്. ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അദ്ദേഹത്തെ. മോഹൻലാലിൻ്റെ താരശരീരവും അദ്ദേഹത്തിൻ്റെ ഫിലിം ഫീൽഡിലെ ക്യാപിറ്റൽ ഞങ്ങളുടെ സംഭാവനയാണ്, ഞങ്ങൾ കൈവിട്ട് അയാൾ അങ്ങോട്ട് തീർന്നു പോകും എന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ വല്ലതും ആണോ? ഇവർ കൈവിട്ടിട്ടോ അവർ കൊണ്ടു നടന്നിട്ടാണോ ആ മനുഷ്യൻ അയാളുടെ എന്താ പറയുന്നത് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തത്? ഒരിക്കലും അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു വിചാരവും വർത്തമാനവും കേട്ടാൽ ഞങ്ങളുടെ ഒരു കയ്യിലുണ്ടായിരുന്ന ആൾ, ഞങ്ങളുടെ രഥത്തിലുണ്ടായിരുന്ന ഒരാൾ ഇറങ്ങിപ്പോയി എന്ന മട്ടിലുള്ള നിരാശയും സങ്കടവും രോഷമൊക്കെയാണ്. അത് പരിഹാസ്യമാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഞാൻ സിനിമ കണ്ടിട്ടില്ലെന്ന് ആവർത്തിച്ച് പറയുകയാണ്, നമ്മൾ കാണേണ്ട ഒരു കാര്യം, മലയാളത്തിലെമ്പാടും സിനിമകൾ രാഷ്ട്രീയ പാർട്ടികളെ പരിഹസിക്കുന്നതായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരിഹാസത്തിന് ഇരകളാക്കപ്പെട്ടുള്ളത് ഒരുപക്ഷെ ഇടതുപക്ഷവും ഒപ്പം തന്നെ ഇവിടുത്തെ UDF കോൺഗ്രസ് പോലെയുള്ള കക്ഷികളുമായിരിക്കും.
നമുക്കറിയാലോ, സന്ദേശം മുതലുള്ള സിനിമകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ മുഖ്യധാരയിൽപ്പെട്ട രണ്ട് കക്ഷികളെ ആവും വിധം പരിഹസിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സിനിമകൾ പലതും. BJPയും സമീപകാലത്ത് വല്ലപ്പോഴും ചെറുതായി പരിഹസിച്ചാലായി, അങ്ങനെ പരിധി വിട്ട് ആക്രമിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് BJP എന്ന് പറയുന്ന പാർട്ടി എന്താണ്, അതിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ആ പാർട്ടിയുടെ രൂപം എന്താണ്, സ്വത്വം എന്താണെന്ന് പറയുന്ന ഒരു സിനിമ പുറത്തു വന്നു. കലാപങ്ങളുടെ, അക്രമങ്ങളുടെ, ഞങ്ങൾ മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, 35 കുട്ടികളെ അടക്കം 90 പേരെ ഞാൻ കൊന്നു, എനിക്ക് വധശിക്ഷ വിധിച്ചാൽ അതിന് മുമ്പ് 2 ദിവസം കൂടി ഇളവ് തന്നാൽ ഞാൻ പിന്നെയും പോയി 1 ലക്ഷം പേരെ കൊല്ലാം, എനിക്കിതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന ബാബു ബജ്രംഗിമാരുടെ പാർട്ടിയായിരുന്ന, അയാളെ സംരക്ഷിക്കുന്ന, എന്നെ നരേന്ദ്രഭായ് സംരക്ഷിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ടെലിവിഷൻ ജേർണലിസ്റ്റിനോട് പറയുന്ന ഒരാൾ, അവരുടെ പാർട്ടി, ആ പാർട്ടിയാണ് BJP എന്ന ഒരു സിനിമ പറഞ്ഞപ്പോൾ ഇവന്മാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ കാണേണ്ട കാര്യം. അവർ CPMനെ കളിയാക്കിക്കൊണ്ട് ഈ ഇദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ട്, ശ്രീനിവാസൻ ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ട്, പല സിനിമകൾ. ആ സിനിമകൾ കാണുമ്പോൾ എല്ലാവരും ആസ്വദിച്ചു, ഇതാ വളരെ ആരോഗ്യകരമായ രാഷ്ട്രീയ വിമർശനം എന്ന മട്ടിലാണ്. കോൺഗ്രസ്സുകാരെ കളിയാക്കൊണ്ട് ഏതെല്ലാം സിനിമ എടുത്തിട്ടുണ്ട്, ഇന്ത്യൻ പ്രണയകഥ പോലുള്ള സിനിമകൾ ഏറ്റവും അവസാനം വരെ വന്നല്ലോ, അതിനെ എല്ലാവരും തമാശ പോലെ ആസ്വദിച്ചു. ഓരോ കക്ഷിയുടെയും അധികാരത്തോടുള്ള ആവേശവും ചില കക്ഷികളുടെ ഈ പറയുന്ന മാർസിയൻ ചിന്താധാരയും അതിനോടുള്ള വഞ്ചനാപരമായ സമീപനവും ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി. BJP ശരിക്കും എന്താണ്, BJPയെക്കുറിച്ചുള്ള ഈ പറയുന്ന കൗഡങ് തമാശകൾക്കപ്പുറത്തേക്ക് BJPക്ക് അല്ലെങ്കിൽ RSSന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് സംഹാരത്തിൻ്റെ രൂപമാണ് അതിൻ്റെ അടിസ്ഥാന രൂപം എന്ന് പറയുന്ന ശരിയായ വിമർശനം വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജിഹാദി ഫണ്ടിങ്ങായി, ഇത് രാജ്യത്തിനെതിരായി, അയാളുടെ പട്ടാള യൂണിഫോം തിരിച്ചു വാങ്ങിക്കണമെന്നായി. ജിഹാദി ഫണ്ടിങ്, ഏത് ജിഹാദി ഫണ്ടിങ്? പൃഥ്വിരാജ് സുകുമാരനോ, മുരളി ഗോപിയോ, ആൻ്റണി പെരുമ്പാവൂർ, മോഹൻലാലോ? അപ്പോൾ മോഹൻലാലിനുള്ള കല്ലി നമ്മൾ കാണണം. നമുക്കത് കുറേ നാളെ തുടങ്ങിയിട്ട് മലൈക്കോട്ടെ വാലിബൻ വന്നതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട്. കാരണം എന്താണ്, മലൈക്കോട്ടെ വാലിബൻ വരുന്നതിന് തൊട്ട് മുമ്പാണ് എന്താണ് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്നത്. അവിടെ മോഹൻലാലിനെ വിളിച്ചു, അദ്ദേഹം പോയില്ല. അപ്പോൾ അദ്ദേഹം പോകാത്തത് കൊണ്ട് അദ്ദേഹം ഹിന്ദുത്വ ഐഡിയോളജിയുടെ, ഹിന്ദു ഐഡിയോളജിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജിയോടൊപ്പം നിൽക്കുന്നില്ല. അപ്പോൾ തുടങ്ങിയ കലിയാണ്. പിന്നെ സിനിമയെ അങ്ങോട്ട് ആക്രമിക്കുക. മോഹൻലാൽ ഈസ് എ പ്രൊഫഷണൽ. അയാൾ പല സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കാലാപാനി നിർമ്മിച്ചിട്ടുണ്ട്. കാലാപാനിയിൽ തുടങ്ങിയതാണ് പാൻ ഇന്ത്യൻ മോഹം എന്ന് പറയുന്നുണ്ട്. കാലാപാനിയുടെ സിനിമയുടെ ഉള്ളടക്കം എന്താണ്? സവർക്കറെ ഒരു വീര പുരുഷനാക്കി അവതരിപ്പിക്കുന്ന ഭാഗങ്ങളുള്ള സിനിമയാണ് ഏത്, ഈ പറയുന്ന കാലാപാനി. അത് മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ഗുരു എന്ന് പറയുന്ന സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഹിന്ദുത്വ അക്രമകാരിയായിട്ടാണ് അയാൾ സ്വയം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം മതസൗഹാർദ്ദത്തിൻ്റെ അടയാളങ്ങളും സന്ദേശങ്ങളുമായി വരുന്ന ആളായിട്ട് പരിവർത്തിക്കപ്പെടുകയാണ്. ഈ സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന സിനിമയ്ക്കകത്ത് ഗുജറാത്ത് കലാപത്തിൻ്റെ റെഫറൻസസ് ഉണ്ട്. അപ്പോൾ ഹീസ് എ പ്രൊഫഷണൽ. അയാൾ പല സിനിമയിലും അഭിനയിക്കും. അയാൾ ഇന്ന സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ പാടുള്ളൂ. അക്ഷയകുമാറിനെയൊക്കെ പോലെ ഇത് ഹിന്ദുത്വ ഭരണകൂടമുള്ള നാട്ടിൽ ബോളിവുഡിലെ താരങ്ങൾ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിയിട്ട് മോദിക്ക് വേദനിക്കുമോ, ഹിന്ദുത്വത്തിന് വേദനിക്കുമോ, എങ്കിൽ അത് മാത്രം ചെയ്യാം, എങ്കിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം. ഇത് ഉത്തരേന്ത്യ അല്ല, ഇത് കേരളമാണ്. കേരളത്തിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ പ്രൊഫഷണലി പടം സെലക്ട് ചെയ്യുന്നു, അവരതിൽ അഭിനയിക്കുന്നു. അതിൻ്റെ കണ്ടൻറ് എന്നാണ്, അത് കണ്ടിട്ട് ഇവർക്ക് വേദനിക്കുമോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കുമോ എനിക്ക് സംശയം. മോഹൻലാലിനെ പ്രാണപ്രതിഷ്ഠയ്ക്ക് വിളിക്കുന്നു, പോയില്ല. മോഹൻലാൽ ഈ കാലത്ത് ജീവിക്കുന്ന ആളാണ്. മോഹൻലാലിനെക്കുറിച്ച് പലതരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കാം. അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷന് RSSകാർ ബന്ധമുണ്ട്, അദ്ദേഹത്തിന് RSS സുഹൃത്തുക്കളുണ്ട് എന്നൊക്കെയുള്ള വിമർശനം അവിടെ നിൽക്കുമ്പോൾ തന്നെ ബാബരി മസ്ജിദ് പള്ളി ഭീകരവാദികൾ പൊളിച്ചു വീഴ്ത്തിയിട്ട് അതിൻ്റെ മുകളിലുണ്ടാക്കിയ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കാണ് എന്നെ വിളിക്കുന്നത് എന്ന് ഈ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു കേരളത്തിൽ ഇരുന്നുകൊണ്ട് മോഹൻലാൽ മനസ്സിലാക്കുന്നില്ലേ? അപ്പോൾ അതിന് പോയാൽ ഞാൻ എങ്ങനെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്ന് മനസ്സിലാക്കാനുള്ള ബോധം അയാൾക്കുണ്ടാവില്ലേ? അപ്പോൾ അയാളൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഞാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ അയാളെ വെച്ച് പൊറുപ്പിക്കില്ല. അവിടെ വിട്ടു മോഹൻലാലിനെ. ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, വർഗീയ രാഷ്ട്രീയത്തിൻ്റെ, ഹിംസാത്മക രാഷ്ട്രീയത്തിൻ്റെ ആളായിട്ട് നിൽക്കാൻ പറ്റുമെന്ന് നിൽക്കും, ഞങ്ങൾ വന്ന് കൈയടിക്കാം. ആ കൈയടി വേണ്ട എന്ന് ആ മനുഷ്യൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ പറയും. സിനിമയായിട്ട് കാണാൻ പറ്റണം. അപ്പോൾ ഈ കാലത്ത് പ്രൊപ്പഗൻഡ സിനിമകൾ, ഇപ്പോൾ നേരത്തെ ഉള്ള 5 ദിവസമുള്ള കേരള സ്റ്റോറി, ചാവ എന്ന് പറയുന്ന സിനിമ എടുക്കുകയാണ്, പാതിയും വ്യാജം, ആർക്കും ഒരു പ്രശ്നമില്ല. ആ വ്യാജത്തിൻ്റെ പേരിൽ നാഗ്പൂരിൽ കലാപം ഉണ്ടാവുകയാണ്. ഇത്തരം സിനിമകളും ഇത്തരം സംഘർഷങ്ങളും ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിരന്തരമായി പടച്ചു വിടുകയാണ്. പ്രൊപ്പഗൻഡ സിനിമ മാത്രമേ ഇപ്പം ബോളിവുഡ് ഉണ്ടാക്കുന്നുള്ളൂ, നമ്മൾ കാണുന്നല്ലേ. ഇത്തരം നുണക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല. കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുകയാണ്. ഈ സ്റ്റോറിക്കാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് ഒരു സിനിമ ഉണ്ടാക്കണ്ട എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, എല്ലാവരെയും വിമർശിക്കുന്ന സിനിമയോട് വന്നിട്ടുണ്ട്. ഇവരെന്താണ് BJP എന്ന് ശരിയായി പറയുന്ന സമയത്ത് ആക്രമിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മോഹൻലാലിൻ്റെ സിനിമയെ തളർത്തിക്കളയും എന്ന് വിചാരിക്കാൻ വയ്യ. പത്താൻ ഇവർ വലിയ തോതിൽ കൈവിട്ട് കളഞ്ഞ സിനിമയാണ്. എല്ലാവരും പേടിച്ചു പോയി. പത്താനെ സംഘ് പരിവാർ കൈവിട്ട് കളഞ്ഞു. അത് എത്രയോ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഷാരൂഖ് ഖാൻ കൊണ്ടുവരുന്ന സിനിമയാണ്. ഇപ്പോഴും അതിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ സമീപത്തെ ഒരു തിയേറ്ററിലും ടിക്കറ്റ് കിട്ടാനൊന്നുമില്ല. ഈ പറഞ്ഞ ടിക്കറ്റ് ക്യാൻസലേഷൻ ക്യാമ്പയിനൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്, എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് ഈ സിനിമ പരാജയപ്പെടുമെന്ന് വിചാരിക്കാനൊന്നും നിവൃത്തിയൊന്നുമില്ല. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കൺസേൺ ഈ സിനിമ എന്തുമാത്രം രാഷ്ട്രീയം പറയുമായിരിക്കും ഈ പുതിയ കാലത്തെന്നാണ്. കാരണം ബോംബെയിലൊക്കെ പോയിട്ട് എന്താണ് മാർക്കറ്റിംഗ് ചെയ്യാണ്, പ്രൊമോഷൻ ചെയ്യാണ്.
ഏത് നാഗ്പൂരിൽ കലാപം നടക്കുമ്പോൾ ബോംബെയിൽ പോയി പ്രൊമോഷൻ ചെയ്തു, ഞങ്ങളുടെ ഒരു പടം വരാൻ പോകുന്നു. പക്ഷേ ആ പടത്തിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ അജിംസ് കണ്ടു, ഞാൻ കണ്ടില്ല. അജിംസ് പറയുന്നത് ഈ കലാപത്തിൻ്റെ വംശഹത്യയുടെ റെഫറൻസ് അതിനകത്തുണ്ട് എന്നാണ്. എങ്കിലും അത് അപാരമായ മൂവാണ്. ഇന്നത്തെ ഇന്ത്യയിൽ സംഘ്പരിവാർ രാഷ്ട്രീയത്തിൻ്റെ കഥ BBC ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയല്ലോ. ഗുജറാത്ത് കലാപത്തിൻ്റെ തലതൊട്ടപ്പൻ ആരാണെന്ന് സൂചനകൾ എന്ന ഡോക്യുമെൻ്ററി BBC ഓടിച്ചു, ആ ഡോക്യുമെൻ്ററി ഓടിച്ചു. ആ സമയത്താണ് എഴുതിയ സിനിമ ആയിരിക്കണമല്ലോ ഇത് എഴുതിയത്. അപ്പോൾ ആ നിലയ്ക്ക് സിനിമ ഒരു അങ്ങനെയെങ്കിൽ പ്രതീക്ഷാ നിർഭരമായൊരു സ്റ്റെപ്പാണ് എന്ന് പറയേണ്ടി വരും. ഒരു മനുഷ്യൻ ഇപ്പോൾ പൃഥ്വിരാജിനെക്കുറിച്ച് പ്രത്യേകം പറയണം. അയാൾ ഈ കാലത്ത് അങ്ങേയറ്റത്തെ സത്യസന്ധതയോടെ സിനിമയെ സമീപിക്കുന്നു. അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന സംഗതിയിൽ അത് നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണെന്നാണ്. പൃഥ്വിരാജ് എല്ലാവരും പറയുന്നു, വിമർശിക്കുന്നവർ പോലും ഭയങ്കര ക്വാളിറ്റി മേക്കിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മലയാളത്തിൽ നിന്ന് ഒരു രാജമൗലിയോ മലയാളത്തിൽ നിന്ന് ഒരു ശങ്കറോ ഒക്കെ ഉണ്ടായി വരുന്നു എന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചും ശുഭകരമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ ഡിസ്കസ് ചെയ്യപ്പെടട്ടെ. ഒറ്റ കാര്യങ്ങളുണ്ട്, ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. ഗുജറാത്തിലൊരു കലാപം ഉണ്ടായിരുന്നെന്ന്, ആ കലാപം ആസൂത്രണത്തിൽ നടപ്പിലാക്കപ്പെട്ടതാണെന്ന്, അതിന് ഒരു നേതൃസ്ഥാനീയരുണ്ടായിരുന്നുവെന്ന്, അത് കണ്ടിട്ടും 3 ദിവസം നിങ്ങൾക്ക് പരമസ്വാതന്ത്ര്യം, അത് കഴിഞ്ഞാൽ ഞാൻ നിർത്തും, അതിനുള്ളിൽ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തോണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാരാണെന്ന് നമുക്കറിയാം. പക്ഷെ അറിയാത്തൊരു തലമുറ ഇവിടെയുണ്ട്. നോട്ട് നിരോധിച്ച കാര്യം പോലും ശരിക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത തലമുറ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ചോരയുടെ വഴികളുണ്ടായിരുന്നുവെന്ന്, അതിൽ നിങ്ങളിപ്പോൾ ഹീറോകളായി ആദരിക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഓർമ്മിപ്പിക്കുന്ന കണ്ടന്റ് ഉണ്ടാവുക, അതൊരു ചരിത്രപരമായ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് ഈ സിനിമയ്ക്ക് കൈയടിക്കണമെന്ന് കൂടി ഞാൻ പറയും. യെസ്, എന്തായാലും ബഹിഷ്കരണ ആഹ്വാനം അത്ര കണ്ട് ഫലം കാണില്ല എന്നത് ഉറപ്പാണ്. ചിത്രത്തിനെതിരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ചിലരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു കാണില്ല, പക്ഷേങ്കിലും കാണാൻ തീരുമാനിച്ചവർ കാണുമെന്നത് സംശയമില്ല.